ഈ പുഴയും കടന്നിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിവിൻ്റെ സംസാരം കേട്ട് തെറ്റിദ്ധരിച്ച് ഒരു മായിക ലോകത്തെന്ന പോലെ സ്വപ്നം കണ്ട് നടന്നു നീങ്ങുകയാണ് യമുന. ആ കാഴ്ച കണ്ട് അവളുടെ ഫ്രണ്ട് അവളെ വിളിച്ചു നിർത്തി, എടി യമുനെ, എന്തു പറ്റി നിനക്ക്? ആരെ സ്വപ്നം കണ്ട് നടക്കുക എന്ന് ചോദിക്കേ യമുനയും നാണത്തോടെ പുഞ്ചിരിയോടെ നിൽപ്പാ. എന്താടി പുതിയ സംഭവം? എന്നോടുകൂടി ഒന്ന് പറ എന്നാ ഫ്രണ്ട് ചോദിക്കേ. ഞാൻ ഇന്ന് ആളുടെ കൂടെയോ വന്നത് എന്ന് യമുനയോ. ആരുടെ? നിവിനേട്ടന്റെ കൂടെയോ എന്നവൾ ചോദിക്കേ. അതെ എന്ന് യമുനയോ. എങ്ങനെ, ബൈക്കിലോ എന്നവൾ വീണ്ടും ചോദിക്കേ. അതെ എന്ന് യമുനയോ. എടി പൊളിച്ചല്ലോ, ഞാൻ വിചാരിച്ച പോലെ ഒന്നും അല്ലല്ലോ നീ എന്നാ ഫ്രണ്ട് പറയേ. വേറെ കുറച്ച് സംഭവങ്ങൾ കൂടി ഉണ്ടടി എന്ന് യമുന പറയുന്നുണ്ട്. പറ കേൾക്കട്ടെ എന്ന് അവളുടെ ഫ്രണ്ടും. താമസിച്ചു പോയതുകൊണ്ടേ ഞാൻ കാവേരി ചേച്ചിയുടെ സ്കൂട്ടറിലാ ഇങ്ങോട്ട് പോന്നത്. വഴിയിൽ വെച്ച് വിശാലും ഫ്രണ്ട്സും പിന്നാലെ വന്ന് ഡിസ്റ്റർബ് ചെയ്തു എന്ന് തുടങ്ങിയവൾ നടന്ന സംഭവങ്ങളെല്ലാം ഫ്രണ്ടിനോട് പറയുക. എല്ലാം കേട്ടുകഴിഞ്ഞ അവളുടെ ഫ്രണ്ടും, സത്യം ഒരു സിനിമാറ്റിക് സീൻ പോലുണ്ടല്ലോടി. വില്ലനും കൂട്ടുകാരും ചേർന്ന് അപകടത്തിലാക്കുന്ന ഹീറോയിൻ, നായകന്റെ സസ്പെൻസ് എൻട്രി, ഹീറോയിനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചെടുത്തുള്ള നായകന്റെ പഞ്ച് ഡയലോഗ്, ഒടുവിൽ രക്ഷിച്ചെടുത്ത ഹീറോയിനെ ബൈക്കിൽ കയറ്റിയിരുത്തിയുള്ള ഹീറോയുടെ മുട്ടിയുരുമുള്ള യാത്ര. ഇവിടെ ഒരു പാട്ടിന്റെ സ്പേസ് ഉണ്ട്, പക്ഷേ ഒരു ഫൈറ്റ് നീ മിസ്സാക്കി കളഞ്ഞല്ലോടി എന്നവളുടെ ഫ്രണ്ട് ഓർമ്മിപ്പിക്കേ. നിവിനേട്ടൻ ശരിക്കും അടി കൊടുക്കുമെന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ ആളെ കണ്ടതും ഹർഷനും മിലനും വലിഞ്ഞു. വിശാലിനും എങ്ങനെയെങ്കിലും തലയൂരിയ മതിയെന്നായിരുന്നു എന്ന് യമുന പറയുന്നത് കേൾക്കെ. ശരിക്കുമുള്ള ആണുങ്ങൾ അങ്ങനെ അടി. സ്വന്തം പെണ്ണിന്റെ ദേഹത്ത് ആരെങ്കിലും കൈവച്ചാൽ വിശ്വരൂപം അങ്ങ് എടുക്കും. അതിരിക്കട്ടെ, നിന്നെ ഈ സാരി ഉടുത്ത് കണ്ടിട്ട് പുള്ളി എന്തു പറഞ്ഞു എന്നവൾ ചോദിക്കേ. അത് സാരിയല്ല, കൈമാറിയത് ഹൃദയം തന്നെയാണെന്ന് എന്നവൾ നാണത്തോടെ പറയുക. ആ കാര്യങ്ങൾ അവിടേക്കൊക്കെ എത്തിയോ? എന്നിട്ട് ഞാൻ അറിഞ്ഞില്ല. ഇടി ഭയങ്കരി, നിന്നോട് കുറെ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്, ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് അവളെയും വിളിച്ച് നടന്നുകൊണ്ട് ഫുൾ ഡീറ്റെയിൽസ് പറയടി എന്ന് പറയേ. കലാതിലകമായതിനെ എന്നെ അപ്രീഷിയേറ്റ് ഒക്കെ ചെയ്തു, എന്റെ കവിത കേൾക്കാൻ വരാന്നും പറഞ്ഞു എന്നവൾ സന്തോഷത്തോടെ പറയുക. നീ അത് വിട്, ബൈക്ക് യാത്രയുടെ ഡീറ്റെയിൽസ് പറ എന്നവൾ ചോദിക്കേ. ഒന്ന് പോടി എന്ന് യമുന. പിന്നീട് നിവിൻ റോഡിലൂടെ വണ്ടി ഓടിച്ചു പോകുമ്പോഴാണ് കാവേരി തന്റെ സ്കൂട്ടിയിൽ ഓപ്പോസിറ്റ് സൈഡ് വരുന്നത് കാണുന്നത്. അവളെ കണ്ട് നിവിനും മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇപ്പൊ കാവേരിയോടൊന്നും സംസാരിക്കണ്ട, സംസാരിച്ച നിശ്ചയത്തിന്റെ കാര്യമൊക്കെ പറയേണ്ടി വരും. രാഗിണിയുമായിട്ടുള്ള കല്യാണം എങ്ങനെയെങ്കിലും ഒഴിവാക്കിയതിനു ശേഷം സംസാരിക്കാം എന്നൊക്കെ ചിന്തിച്ചവൻ അവളെ മൈൻഡ് ചെയ്യാതെ ബൈക്ക് ഓടിച്ചു പോവുകയാണ്. അത് ശ്രദ്ധിക്കുന്ന കാവേരിയും തന്റെ സ്കൂട്ടി നിർത്തി നിവിനെ തന്നെ തിരിഞ്ഞു നോക്കി നിൽപ്പാ. കാവേരിയെ തിരിഞ്ഞു നോക്കുന്ന നിവിനും കാവേരി കണ്ടല്ലോ, ഇനി എങ്ങനെ പോകുമെന്ന് ചിന്തിച്ച് അവൻ വീണ്ടും തന്റെ വണ്ടി തിരിച്ച് കാവേരിയുടെ അരികിലേക്ക് വരുന്നുണ്ട്. കാവേരിയും പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ചു നിവിൻ എന്നെ കണ്ടിട്ടുണ്ടാവില്ല. നിവിനും പറയുന്നുണ്ട്, ഞാൻ ആദ്യം അത്ര ശ്രദ്ധിച്ചില്ല, പിന്നെ തോന്നി പരിചയമുള്ള ആരോ ആണല്ലോ പോയതെന്ന്. അല്ല, വണ്ടി ആരെ കൊണ്ടേലും അങ്ങോട്ട് എത്തിക്കാമെന്നാ ഞാൻ കരുതിയത് എന്നവൻ പറയേ. അത് സാരമില്ല, ഇതിന്റെ പേരിൽ വേറൊരാളിനി മെനക്കെടണം. വീട്ടില് സ്പെയർ കീ ഉണ്ടായിരുന്നു, യമുനയ്ക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് കാവേരി ചോദിക്കും. ഏയ്, ഒന്ന് പേടിപ്പിക്കണമെന്നേ അവന്മാർ ഉദ്ദേശിച്ചുള്ളൂ, പക്ഷേ പേടിച്ചത് അവന്മാരാണെന്ന് മാത്രമെന്ന് നിവിനും. ഞാൻ പോയി ചോദിക്കട്ടെ വിശാലിനോട് എന്ന് കാവേരി ചോദിക്കേ. വേണ്ട കാവേരി, ഇപ്പൊ ആവശ്യത്തിനുള്ള ഡോസ് ഞാൻ കൊടുത്തിട്ടുണ്ട്, എന്നാ പിന്നെ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞവൻ വണ്ടിയെടുക്കാൻ തുടങ്ങുമ്പോഴേക്കും നിവിൻ തിരക്കിലാ എന്ന് കാവേരി ചോദിക്കുന്നു. ആ കുറച്ച്, അച്ഛൻ വന്നോണ്ട് കുറച്ച് ഗസ്റ്റുകളൊക്കെ ഉണ്ട് വീട്ടില്, അമ്മയും അച്ഛനും ആ വഴിക്ക് പോയ റിസോർട്ട് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് നോക്കണം എന്ന് പറഞ്ഞൊപ്പിച്ച് സങ്കടത്തോടെ അവൻ മനസ്സിൽ ഓർക്കുന്നുണ്ട്. ഒരു തിരക്കുമില്ല കാവേരി, ഉറക്കവും ഭക്ഷണവും പോലും ഇല്ലാതെ മുഴുവൻ സമയവും നിന്നോടൊപ്പം ചിലവഴിക്കണമെന്നുണ്ട്. രാഗിണി എന്നൊരു കുരുക്ക് എന്റെ കാലിൽ നിന്നൊന്ന് അഴിച്ചെടുത്തോട്ടെ എന്ന് ചിന്തിച്ചവൻ വീണ്ടും വണ്ടി എടുക്കാൻ തുടങ്ങുമ്പോഴേക്കും, ആ നിവിനെ, ഇന്ന് രാവിലെ ഞാൻ വിളിച്ചിട്ട് കോൾ എടുത്തില്ല, എന്തോ പറയാനുണ്ടെന്ന് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നല്ലോ എന്നവൾ ചോദിക്കേ. നിവിനും പരുങ്ങളോടെ അത് പിന്നെ ഞാൻ കുറച്ച് തിരക്കിലായിപ്പോ, ഫോൺ അപ്പോ കണ്ടില്ലായിരുന്നു, പിന്നീട് തിരിച്ചു വിളിക്കാൻ മറക്കുകയും ചെയ്തു എന്നവൻ ഒരുവിധം പറഞ്ഞൊപ്പിക്കേ. എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത് എന്ന് കാവേരി ചോദിക്കേ. അത് ഇക്കാര്യം പറയാൻ തന്നെ വേണ്ടിയായിരുന്നു, യമുനയെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറയാൻ. യമുനയ്ക്ക് എന്തോ ഒരു അപകടം വരുമെന്ന് എനിക്ക് സിക്സ്ത് സെൻസ് പോലെ തോന്നി എന്നവൻ പറയുന്നത് കേൾക്കെ. രാത്രിയോ എന്ന് കാവേരി. അപ്പോ നിങ്ങൾ രാവിലെ യമുനയെ ഫോളോ ചെയ്ത് വരികയായിരുന്നോ എന്ന് കാവേരി ചോദിക്കുന്നുണ്ട്. അതെ എന്നവൻ പറയുന്നത് കേൾക്കെ. യമുന തന്റെ കയ്യിൽ നിന്ന് ആ സാരി തട്ടി പറിച്ചെടുക്കുന്ന രംഗം കാവേരി ഓർമ്മിക്കുക. എന്താ കാവേരി എന്ന് നിവിൻ ചോദിക്കേ. ഒന്നുമില്ല, ഞാൻ വേറെന്തോ ആലോചിച്ചതാ എന്ന് കാവേരിയും പറയുന്നുണ്ട്. അപ്പോൾ പോട്ടെ എന്നവൻ സങ്കടത്തോടെ യാത്ര ചോദിക്കേ. നിവിൻ, താങ്ക്സ് എന്ന് കാവേരി വീണ്ടും. താങ്ക്സ് ഫോർ എവരിതിങ് എന്നൊരു പുഞ്ചിരിയോടെ അവൾ പറയുന്നത് കേൾക്കെ. സങ്കടത്തോടെ അവൾ നോക്കി ഒരു പുഞ്ചിരിയോടെ നിവിൻ തന്റെ വണ്ടി എടുത്ത് പോവുകയാണ്. പിന്നീട് തയ്യൽ കടയിലിരിക്കുന്ന വിനീതിനെ വിളിച്ച്,
നിവിന്റെ കാര്യം സംസാരിക്കുകയാണ് ഗംഗ. നിവിനോ? ഗംഗയ്ക്ക് തോന്നിയതായിരിക്കും എന്ന് വിനീത് പറയേ. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ വിനീതേട്ടാ, നിവിനെ കെട്ടിപ്പിടിച്ച രാഗിണി ഇരുന്നിരുന്നത്. അവനെ ആര് കെട്ടിപ്പിടിച്ചാലും എനിക്ക് വിരോധമൊന്നുമില്ല. കൂട്ടുകാരന്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മുടെ കാവേരിയെ എന്തൊക്കെ പറഞ്ഞ് വശത്താക്കാൻ നോക്കിയതല്ലേ. ആ ബന്ധം വിലക്കാൻ അവന്റെ അമ്മ വരെ വന്നു നമ്മുടെ വീട്ടില്. അക്കാര്യം അവനും അറിയാം. ഇനി കാവേരിയുമായിട്ട് ബന്ധമൊന്നും വേണ്ടെന്ന് പറഞ്ഞപ്പോ കണ്ണു നിറച്ചുകൊണ്ടല്ലേ ഇറങ്ങിപ്പോയത്. ഒരു നിരപരാധിയെ കുറ്റം പറഞ്ഞുവെന്ന് വിനീതേട്ടനും ഒരു സിമ്പതി ഉണ്ടായിരുന്നു. ആ കുറ്റബോധം ഇനി വേണ്ട. ഒരു മരക്കൊമ്പിൽ ചുരിദാർ തൂങ്ങിക്കിടക്കുന്നത് കണ്ടാലേ അതിന്റെ പുറകെ പോകുന്നവനാണെന്ന് മനസ്സിലാക്കിക്കോ. അവൻ ഈ വീട്ടിൽ കയറാൻ പാടില്ലെന്ന് മാത്രമല്ല, വിനീതേട്ടനുമായിട്ടും ഒരു ബന്ധവും ഉണ്ടാവാൻ പാടില്ല. ഇവിടെ 5-6 പെണ്ണുങ്ങൾ കഴിയുന്നതേ വിനീതേട്ടൻ എന്ന ഒറ്റയാളെ ഉദ്ദേശിച്ചതാണെന്ന് ഓർത്തോണം എന്നൊക്കെ ഗംഗ പറയേ. ഗംഗെ, ഞാൻ പറയുന്നതൊന്ന് എന്ന് വിനീത് പറയുന്നുണ്ടെങ്കിലും വിനീതേട്ടൻ ഇനി ഒന്നും പറയണ്ട എന്ന് തീർത്തു പറഞ്ഞ് ഗംഗയും കോൾ കട്ട് ചെയ്യുക. ഇനി ഗംഗ പറഞ്ഞത് സത്യമായിരിക്കോ എന്ന് ഓർത്തിരിപ്പ വിനീതും. നിവിൻ കാവേരിയോടുള്ള തന്റെ ഇഷ്ടം വിനീതിനോട് തുറന്നു പറഞ്ഞ കാര്യങ്ങളെല്ലാം അവൻ ഓർത്തെടുക്കുകയാണ്. അമ്മ തെറ്റിദ്ധരിച്ചതല്ല, കാവേരിയെ എനിക്കിഷ്ടം. എന്നെ കാണാൻ വരുമ്പോഴെല്ലാം കാവേരിയെ കൂടി കാണാനുമല്ലോ എന്നൊരു സ്വാർത്ഥതയുണ്ടായിരുന്നു. എടാ, പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്റെ ഇഷ്ടത്തോടെയൊന്നുമല്ല. ലോകത്ത് വേറൊരു പെണ്ണിനെ കിട്ടിയില്ലെങ്കിലും ഞാൻ രാഗിണിയെ കല്യാണം കഴിക്കാൻ പോകുന്നില്ല എന്നൊക്കെ നിവിൻ തന്നോട് പറഞ്ഞതോർക്കെ നിവിൻ അങ്ങനെ ചെയ്യോ? ഒരു സാധ്യതയുമില്ല എന്നൊക്കെ പറഞ്ഞ് വിനീത് ടെൻഷനോടെ ഇരിക്കുമ്പോഴാണ് നിവിൻ അങ്ങോട്ട് കയറി വരുന്നത്. ആലോചനയോടെ ഇരിക്കുന്ന വിനീതിന്റെ മുന്നിലേക്ക് ഒരു സ്റ്റൂൾ എടുത്തിട്ട് ഇരുന്നു കൊണ്ട്, എന്താണ് ബ്രോ രാവിലെ ഒരു ചിന്താഭാരം എന്ന് നിവിൻ ചോദിക്കുന്നുണ്ട്. ചിരിയോടെ വിനീതും പറയുന്നുണ്ട്, നീ തന്നെ അളിയ കാരണം. ഗംഗ പറയുവാണേ, നീയും രാഗിണിയും കൂടെ ബൈക്കിൽ കെട്ടിപ്പിടിച്ചു പോകുന്നത് കണ്ടെന്ന്. റോമിയോയും പിന്നെ വേറൊരാളുണ്ടല്ലോ അളിയ എന്ന് വിനീത് ചോദിക്കേ. ജൂലിയറ്റ് അല്ലേ എന്ന് നിവിൻ. ആ കാഴ്ച കണ്ടാൽ അങ്ങനെ തോന്നുമെന്ന് വിനീത് പറയേ. എന്നിട്ട് നീ എന്ത് പറഞ്ഞു എന്ന് നിവിനും ചോദിക്കുക. അങ്ങനെ സംഭവിക്കാൻ ഒരു സാധ്യതയുമില്ലെന്ന് പറഞ്ഞു അളിയൻ. അങ്ങനത്തെ ഒരാളെ അല്ലെന്ന് പറഞ്ഞു. അപ്പൊ ഗംഗ പറയുക, അവളുടെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതാണ്. ഞാൻ പിന്നെ അധികം തർക്കിക്കാനൊന്നും പോയില്ല. രാഗിണിയെ അളിയൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ എങ്ങനെ എനിക്കറിയാമെന്ന് ചോദിക്കും. അളിയൻ രാഗിണിയല്ല കാവേരിയാണ് കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് എനിക്ക് ഗംഗയോട് പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ വിനീത് പറയുന്നതുകൾക്ക് ടെൻഷനോടെ നിവിനും മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. വിനീതിനോടെങ്കിലും സത്യം പറഞ്ഞില്ലെങ്കിൽ അപകടമാണ് എന്നോർത്തവൻ പരുങ്ങലോടെ വിനീതിനോടായി, എടാ ഞാനൊരു കാര്യം പറഞ്ഞ കേൾക്കോ എന്ന് ചോദിക്കേ. പറഞ്ഞു അളിയ എന്ന് വിനീത്. എടാ, അത് ഗംഗ പറഞ്ഞത് സത്യമാ എന്ന് നിവിൻ പറയുന്നതുകൾക്ക് സംശയത്തോടെ, എന്താ അളിയ പറഞ്ഞേ എന്ന് വിനീതു. അത് ഗംഗ പറഞ്ഞത് സത്യമാ. എടാ, രാഗിണി എന്നെ കെട്ടിപ്പിടിച്ച് ബൈക്കിൽ യാത്ര ചെയ്തതാ എന്നവൻ പറയുന്നതുകൾക്ക് വിനീതും ദേഷ്യത്തോടെ ഇരിപ്പാ. എടാ, അളിയനും ഗംഗയും അറിയാത്ത വേറൊരു കാര്യം കൂടിയുണ്ട് എന്ന് പറഞ്ഞ് അവന്റെ കൈ ചേർത്ത് പിടിച്ച്, ഞാനും രാഗിണിയുമായിട്ടുള്ള കല്യാണം നിശ്ചയിച്ചിരിക്കുക എന്ന് പറയുന്നതുകൾക്ക് വിനീതും ദേഷ്യത്തോടെ അവന്റെ കൈ തട്ടിമാറ്റി എഴുന്നേറ്റ് അവന്റെ ഷർട്ടിന്റെ കോളറിനിട്ട് പിടിച്ചുകൊണ്ട് അവനെ ചുമരിലേക്ക് ചേർത്ത് നിർത്തി മറ്റൊരു കൈയിൽ കത്രികയുമായി കേറ്റി കളയും ഞാൻ എന്ന് ദേഷ്യത്തോടെ പറയാ. നിവിനും പരിഭ്രമത്തോടെ, ബ്രോ എന്താ ഈ കാണിക്കുന്നത്? പറയാൻ സമ്മതിക്കെന്ന് പറയുന്നുണ്ട്. നീ ഒന്നും പറയണ്ടടാ. വേണ്ട വേണ്ടെന്ന് ഞാൻ 100 വട്ടം പറഞ്ഞതാ. അപ്പൊ അവന്റെ ഒരു പരിശുദ്ധ പ്രേമം കാവേരിയെ മാത്രമേ കല്യാണം കഴിക്കൂവെന്ന് ഈ ലോകം മുഴുവനും എതിർത്താലും കുഴപ്പമില്ലെന്ന് അല്ലേടാ. വേണ്ട, കാവേരിയും കുടുംബവും ഒരുപാട് അനുഭവിച്ചതാ. ഇനി ഒരു സങ്കടവും കൂടി താങ്ങാനുള്ള കരുത്ത് അവർക്കില്ലെന്ന് നിന്നോട് ഞാൻ പറഞ്ഞു. അപ്പോ കാവേരി ഒരിക്കലും സങ്കടപ്പെടുത്തില്ലെന്ന് നീ എനിക്ക് വാക്ക് തന്നു എന്നൊക്കെ വിനീത് ദേഷ്യത്തോടെ പറയേ. വിനീതേ, ഞാനൊന്ന് പറയട്ടടാ എന്ന് നിവിനും പറയുന്നു. വേണ്ട അളിയ, നീ അധികമൊന്നും പറയണ്ട. പണക്കാർ പിള്ളേരുടെ കൂട്ടുകൂടരുതെന്നെ അമ്മ ചെറുതാവുമ്പോഴേ പറഞ്ഞതാ. അവര് നമ്മളെ തരത്തിനൊപ്പമുള്ള ആൾക്കാരായി കാണില്ലെന്നും പണമുള്ളവര് നമ്മളോട് കൂട്ടുകൂടുന്നുണ്ടെങ്കിൽ അതിനൊന്നോ രണ്ടോ അർത്ഥമേ ഉള്ളൂവെന്നാ അമ്മ പറയാറ്. ഒന്നുകിൽ അവരുടെ പണം കൊണ്ട് നേടാൻ കഴിയാത്ത എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കും, അതല്ലെങ്കിൽ അവർക്ക് നമ്മളെ കൊണ്ട് വേറെന്തെങ്കിലും പ്രയോജനം ഉണ്ടായിരിക്കും. ജീവിതത്തിൽ വലിയ മിടുക്കനാണെന്നും വിചാരിച്ചിട്ടില്ല. പക്ഷേ നിനക്ക് എന്നോടുള്ള സ്നേഹവും ബന്ധവും ഒക്കെ സത്യസന്ധമാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. അതൊക്കെ എന്റെ മാത്രം കുറ്റമായിരുന്നു. കാവേരിയെ കണ്ടപ്പോ തന്നെ നിനക്ക് ഇഷ്ടമായെന്നും എന്നെ കാണാൻ വരുന്നതിനെ കാവേരിയെ കാണുക എന്നൊരു ഉദ്ദേശം കൂടി ഉണ്ടെന്ന് നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞത് പൂർണ്ണമായും ശരിയല്ലെന്നും എനിക്കറിയാം. എന്നെ കാണുക എന്നുള്ള ഒരു ഉദ്ദേശമേ നിനക്കുണ്ടായിരുന്നില്ല. കാവേരിയെ കാണണം, അതിന് മാത്രമുള്ള ഒരു ഉപാധി മാത്രമായിരുന്നു നിനക്ക് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്. നിന്നെ പക്ഷേ ഞാൻ അങ്ങനെയല്ലടാ കണ്ടത് എന്ന് വിനീത് സങ്കടത്തോടെ പറയുക. എന്ന് സങ്കടത്തോടെ നിവിൻ വിളിക്കുന്നുണ്ടെങ്കിലും അതൊന്നും എനിക്ക് കുഴപ്പമില്ലടാ. കാവേരിയോട് നിനക്കുണ്ടെന്ന് പറഞ്ഞ പ്രണയം ആത്മാർത്ഥമായിരുന്നെങ്കിലേ നാട്ടുകാരെ കൊണ്ട് മുഴുവൻ പറയിപ്പിച്ചിട്ടും നിനക്കതൊരു ടൈം പാസ് മാത്രമായിരുന്നു അല്ലേടാ. നിനക്കറിയോ, കല്യാണ പ്രായമായ ഒരു പെൺകുട്ടിയെ കാവേരി. അവൾക്കെതിരെ ഒരു കുറ്റപത്രവുമായിട്ടാ നിന്റെ അമ്മ സ്നേഹതീരത്തിലേക്ക് കടന്നു വന്നത്. അപ്പോ അമ്മായിയും ഗംഗയും അടക്കമുള്ളവർ ഒരുപാട് കുറ്റപ്പെടുത്തിയതാ എന്നെ. അവനെ എന്തിനാ വീട്ടിൽ കയറ്റിയെന്ന്. 5-6 പെണ്ണുങ്ങൾ താമസിക്കുന്ന വീട്ടിലെ അന്തരിക്ക് കുറച്ച് കരുതൽ കാട്ടാമായിരുന്നല്ലോ എന്ന്. ഒരു പക്ഷേ നീ രാഗിണിയെ കല്യാണം കഴിക്കുന്ന കാര്യം അറിയുമ്പോ അമ്മായിയൊക്കെ സന്തോഷിക്കുമായിരിക്കും. ഒരു തലവേദന ഒഴിഞ്ഞല്ലോ എന്ന് കരുതിയിട്ട്.
പക്ഷെ എന്നെ നീ ചതിച്ചു കളഞ്ഞല്ലോടാ എന്ന് വിനീത് സങ്കടത്തോടെ പറയുന്നുണ്ട്. നീ ഒന്ന് നിർത്തുന്നുണ്ടോ വിനീതേ? എടാ, രാഗിണിയുമായിട്ടുള്ള എന്റെ കല്യാണം നിശ്ചയിച്ചു, അത് ശരി തന്നെയാ. പക്ഷെ കല്യാണം തീരുമാനിക്കുന്നത് ഞാനാണോ? എന്റെ അച്ഛനും അമ്മയുമല്ലേ. എടാ, കാവേരിയോടുള്ള ഇഷ്ടത്തില് ഒരു തരിമ്പ് പോലും കുറവ് വന്നിട്ടില്ല എനിക്ക്. എടാ, രാഗിണിയെ കല്യാണം കഴിക്കാനും പോകുന്നില്ല ഞാൻ. എന്റെ അച്ഛനമ്മമാരെ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി ആ ബന്ധത്തിൽ നിന്ന് തലയുരാൻ ശ്രമിക്കുക ഞാൻ. എടാ, അത് കഴിഞ്ഞു വേണം കാവേരിയുടെ അടുത്ത് എന്റെ ഹൃദയം തുറക്കാൻ. എടാ വിനീതേ, അതിന് നിന്റെ ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ന് സങ്കടത്തോടെ നിവിൻ പറയുന്നുണ്ടെങ്കിലും വിനീത് ദേഷ്യത്തോടെ അവനെ വീണ്ടും ചുമരിലേക്ക് ചേർത്ത് നിർത്തി കഴുത്തിലേക്ക് കത്രിക വെച്ച് കൊന്നുകളയും ഞാൻ. വേറൊരു പെണ്ണുമായി കല്യാണം ഉറപ്പിച്ചതിനു ശേഷം നീ നിന്റെ ഒലത്തിയ പ്രേമത്തിന്റെയും കല്യാണത്തിന്റെയും കഥ പറഞ്ഞ് കാവേരിയുടെ പിന്നാലെ ഇങ്ങനെ പോയാലുണ്ടല്ലോ, നിന്നെ കൊല്ലാനും മടിക്കില്ല ഞാൻ. അരവിന്ദൻ അമ്മാവന്റെ മക്കളിലൊരാള് വഴി പിഴച്ചുവെന്നും മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതം തകർത്തുവെന്നോ കേൾക്കുന്നതിന് പകരം ജയിലിൽ പോയി കിടക്കുന്നതാടാ നല്ലത്. നീ പറഞ്ഞല്ലോ കല്യാണം നിശ്ചയിച്ചത് നീയല്ലെന്ന്, അച്ഛനും അമ്മയുമാണെന്ന്. ബൈക്കിൽ പോയപ്പോ രാഗിണിയെ കൊണ്ട് കെട്ടിപ്പിടിപ്പിച്ചത് അവര് തന്നെ ആയിരിക്കുമല്ലേ എന്ന് വിനീത് ചോദിക്കുന്നവർക്ക് എടാ അത് എന്ന് സങ്കടത്തോടെ നിവിൻ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ പണക്കാർക്ക് അങ്ങനെ പല തമാശകളും ഉണ്ടാവും. പ്രേമിക്കാൻ ഒരാള്, കല്യാണം കഴിക്കാൻ ഒരാള്, കൂടെ ജീവിക്കാൻ മറ്റൊരാള്. എന്നാൽ ആ തമാശയ്ക്ക് അരവിന്ദൻ അമ്മാവന്റെ വീട്ടിൽ നിന്ന് ഒരു കുട്ടിയെ നീ പ്രതീക്ഷിക്കണ്ട എന്ന് വിനീത് ഓർമ്മിപ്പിക്കെ. എടാ വിനീതേ, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക് എന്ന് സങ്കടത്തോടെ നിവിനും വീണ്ടും അവനു നേരെ കത്രിക ചൂണ്ടി. എടാ, ഇറങ്ങി പോടാ ഇവിടുന്ന്. ആകെ വിറഞ്ഞു നിൽക്കുക ഞാൻ. മേലിൽ എന്റെ മുന്നിൽ കണ്ടുപോകരുത്. ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ അറിയില്ല എന്ന് കത്രികയും പിടിച്ച് വിരൽ ചൂണ്ടി വിനീത് താക്കീതോടെ പറയുന്നുണ്ട്. ഒന്നും പറയാനാവാതെ സങ്കടത്തോടെ നിവിൻ അവിടെ നിറങ്ങുമ്പോഴേക്കും വിനീത് ദേഷ്യത്തോടെ ആ കത്രിക തറയിലേക്ക് വലിച്ചെറിയുക. ബൈക്കിൽ കയറാനെത്തുന്ന നിവിൻ ഒരു നിമിഷം വീണ്ടും തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് തന്നെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്ന വിനീതിനെയാണ്. വിഷമത്തോടെ വിനീതിനെ ഒന്ന് നോക്കി നിവിൻ തന്റെ വണ്ടിയും എടുത്തു പോവുകയാണ്. അവിടെ ഡൈനിങ് ഹാളിലെ സോഫയിലിരുന്ന് പൊട്ടിക്കരയ്ക്കാണ് ശാരദ. ഇനി ശാരദ എന്തു പറ്റി? നീ കാര്യം പറ ശാരദേ എന്ന് അടുത്തിരുന്നുകൊണ്ട് രാധമ്മയും ചോദിക്കുന്നുണ്ട്. പുറത്തു പോയ കാവേരിയും അങ്ങോട്ട് മടങ്ങിയെത്തുകയാ. ആ കാഴ്ച കണ്ട് ഗംഗയും കാവേരിയും അങ്ങോട്ട് ഓടി വരുന്നുണ്ട്. എന്താമ്മേ, എന്തു പറ്റി അച്ഛമ്മേ എന്ന് കാവേരി ചോദിക്കേ. എനിക്കൊന്നും അറിയില്ല മോളെ. ഒരു ഫോൺ വരുന്നത് കണ്ടു, ഒന്നോ രണ്ടോ വാക്ക് സംസാരിക്കുന്നത് കണ്ടു, ബാക്കിയുള്ളതൊന്നും എനിക്കറിയില്ല. പിന്നെ നോക്കുമ്പോ ഫോൺ കയ്യിൽ നിന്ന് താഴെ പോകുന്നത് കണ്ടു. പിന്നെ ഇവിടെ ഇരുന്ന് കരയുന്നതാ കണ്ടതെന്ന് അച്ഛമ്മയും. അമ്മയെ കരയില്ലമ്മേ എന്ന് പറഞ്ഞ് കാവേരി അമ്മയെ ആശ്വസിപ്പിച്ചുകൊണ്ട് മനസ്സിൽ ഓർക്കുന്നുണ്ട്. ഈശ്വര, യമുനയ്ക്ക് എന്തെങ്കിലും. ഗംഗ അപ്പോഴേക്കും താഴെ വീണ് കിടക്കുന്ന മൊബൈൽ എടുത്ത് നോക്കുന്നുണ്ട്. മനുഷ്യനെ ആദ്യ പിടിപ്പിക്കാതെ കാര്യം എന്താണെന്ന് പറ ശാരദ എന്ന അച്ഛമ്മയും. ഗംഗ മൊബൈലിലെ നമ്പർ നോക്കിക്കൊണ്ട് പരിഭ്രമത്തോടെ കാവേരിയോടായി നിളമോളുടെ സ്കൂളിൽ നിന്ന് വിളിച്ചത് എന്ന് പറയേ. ആണോ, നിളമോൾക്ക് എന്നാ പറ്റി എന്ന് അച്ഛമ്മയും ചോദിക്കുന്നുണ്ട്. അത് കേട്ട് ശാരദയും കരച്ചിലോടെ സ്കൂളില് തല ചുറ്റി വീണെന്ന്. അവരവിടുന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേക്കുവാ. കൂടുതലൊന്നും അറിയില്ല മോളെ, ഡോക്ടർ നോക്കുന്നുണ്ടെന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞമ്മ കരയാൻ തുടങ്ങുമ്പോഴേക്കും ഇങ്ങനെ കരഞ്ഞിരിക്കാൻ സമയമില്ല ഗംഗേച്ചി, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാമെന്ന് കാവേരി വിളിക്കുന്നുണ്ട്. ശാരദയും കരച്ചിലോടെ ഞാനും വരുന്നു മോളെ, എനിക്ക് നിളമോളെ ഇപ്പൊ കാണണം എന്ന് പറയേ. അവിടെ വന്ന് കരഞ്ഞു ബഹളം വെക്കാനാണോ അമ്മേ എന്ന് ഗംഗയും ചോദിക്കുന്നുണ്ട്. എന്റെ കൊച്ചിനെ കാണണമെന്നല്ലടി പറഞ്ഞത് എന്ന് ശാരദ ദേഷ്യത്തോടെ പറയേ. അമ്മയും വന്നോട്ടെ ഗംഗേച്ചി, ഹോസ്പിറ്റലിലേക്ക് പോവാം. വിനീതേട്ടനെ വിളിച്ച് വിവരം അറിയിക്കേ. ഞാൻ പോയൊരു വണ്ടി വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് കാവേരി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാ. അയ്യോ എന്റെ മോളെന്ന് പറഞ്ഞ് ശാരദ സങ്കടത്തോടെ കരയുകയാ. അമ്മേ, നിളക്കുട്ടിക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അവൾ രാവിലെ ഒന്നും കഴിക്കാതെയല്ലേ പോയത്, അതുകൊണ്ടാവും തല ചുറ്റി വീണത്. കരയുണ്ടെന്ന് ഗംഗയും ആശ്വസിപ്പിക്കുകയാ. പാവം എന്റെ കൊച്ച്, ഞാൻ അവളെ കരയിപ്പിച്ചാ വിട്ടത് എന്ന് ശാരദയും സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് പറയുകയാ. പിന്നീട് അവർ മൂന്നുപേരും ഹോസ്പിറ്റലിലേക്ക് എത്തുകയാ. മോളെ എവിടെയാ എന്ന് ശാരദ ചോദിക്കെ. അവിടെ ചോദിച്ചാൽ അറിയാം എന്ന് പറഞ്ഞ് കാവേരി റിസപ്ഷനിലേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ നിൽക്കുന്ന വിനീതേട്ടനെ കാണുന്നത്. വിനീതേട്ട എന്തായി എന്ന് കാവേരി ചോദിക്കെ. അവിടെയാ. അമ്മായി ടെൻഷൻ ആവാതെ, നിളക്കുട്ടിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് വിനീത്. വിനീതേട്ടൻ എപ്പോഴാ വന്നേന്ന് ഗംഗ ചോദിക്കെ. ഇതാ ഇപ്പൊ വന്നതേ ഉള്ളൂ, വാ അകത്തോട്ട് പോവാമെന്ന് പറഞ്ഞ് വിനീത് അവരെയും കൂട്ടിക്കൊണ്ട് പോവുകയാ. കാഷ്വാലിറ്റിക്ക് പുറത്തുള്ള ചെയറിൽ അനീഷ മിസ് ഇരിപ്പുണ്ടായിരുന്നു. അവരെ കണ്ട് കാവേരിയും ഓടിച്ചെന്ന് അനീഷ മിസ്സേ, നിളമോൾ എവിടെയാന്ന് ചോദിക്കുന്നുണ്ട്. അകത്തുണ്ടെന്ന് മിസ് പറയെ അവർ നാലുപേരും കാഷ്വാലിറ്റിയിലേക്ക് കയറിപ്പോകുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ജനിച്ചത് തൊട്ടേ നിളയ്ക്ക് ഹാർട്ട് പ്രോബ്ലം ഉണ്ടെന്ന് ഡോക്ടർ വെളിപ്പെടുത്തുന്നതാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.